കരുനാഗപ്പള്ളിയിൽ LDF കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. നഗരസഭയുടെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കൗൺസിൽ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. നഗരസഭയുടെ തീരമേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത കരുനാഗപ്പള്ളി നഗരസഭ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. മുൻകാലങ്ങളിൽ വേനൽക്കാലത്ത് LDF ഭരണസമിതികൾ ടാങ്കറുകളിൽ ജലവിതരണം നടത്തിയിരുന്നു. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പരിമിതമായ തോതിൽ മാത്രമാണ് ജലവിതരണം നടക്കുന്നത്. ഓച്ചിറ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ ദിവസങ്ങളോളം നഗരസഭയിലൊന്നാകെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥിതിയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് LDF കൗൺസിലർമാർ ആരോപിക്കുന്നു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും LDF കൗൺസിലർമാർ അറിയിച്ചു. ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല. ഇത് കരുനാഗപ്പള്ളി തന്നെ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ദിവസവും കാണിക്കുന്നത്. കരുനാഗപ്പള്ളിയുടെ തീരദേശ മേഖലയിലും ടൗണിലടക്കം കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയിലെ ഇത്രയും ചൂടില്ലാത്ത സമയത്തും ഈ കുടിവെള്ളത്തിന് ഇത്രയും ലഭ്യത കുറഞ്ഞ സമയത്തും പോലും കഴിഞ്ഞ ഭരണസമിതി 7-8 ടാങ്കർ വെള്ളം തീരദേശ മേഖലയിലടക്കം എത്തിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരു ടാങ്കറിനകത്താണ് വെള്ളം എത്തിക്കുന്നത്. ജനങ്ങളായ കുടിവെള്ളമില്ലാതെ വലയുന്നൊരവസ്ഥയാണ്. അതേസമയത്തേക്ക് ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ മുൻപിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ചെയർപേഴ്സൺ സ്വീകരിച്ചത്. അതിനെ ഭരണകക്ഷികൾ അനുകൂലമായ ഭരണകക്ഷി അംഗങ്ങൾ എടുത്ത സമീപനത്തിനെതിരായിട്ടാണ് LDFിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പ്രതിഷേധം നടത്തുന്നത്. ഈ കുടിവെള്ളത്തോടൊപ്പം തന്നെ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തൊരവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ചൂട് കൂടിയ സമയത്ത് പാമ്പുകളടക്കം ഇറങ്ങി കിടക്കുന്ന ഈ സമയത്ത്, പാമ്പുകളുടെ അടക്കം ശല്യമുള്ള സമയത്ത് സ്ട്രീറ്റ് ലൈറ്റുകളില്ലാതെ ജനങ്ങൾ വലയുകയാണ്. അതോടൊപ്പം തന്നെ വേസ്റ്റ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശാശ്വതമായ ഒരു നടപടിയോ അതിന് നല്ലൊരു സംവിധാനമോ ഇല്ലാത്തതിനാൽ തെരുവോരങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. രാവിലെ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തി ചേംബറിന് മുമ്പിൽ പ്രതിഷേധിച്ചു. കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. LDF പാർലമെന്ററി പാർട്ടി ലീഡർ G സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. A സുനിമോൾ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ M ശോഭന, BA നസീം, സീമ സഹജൻ, B രമണിയമ്മ, J അസ്ലം, സുജി, മിനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.